നിങ്ങളെല്ലാവരും ഈ വീഡിയോ ഒന്ന് കാണേണ്ടത് തന്നെയാണ്. നിങ്ങൾ തീർച്ചയായും ശ്രദ്ധിക്കണം. ഒരു സുരക്ഷാ മാനദണ്ഡങ്ങളും പാലിക്കാതെയാണ് ഈ ആളുകളൊക്കെ ഇവിടെ വന്നിരിക്കുന്നത്. ഈ റെയിൽവേ പോലീസ് എന്ന് പറയുന്നവർക്ക് പൈസയും സാലറിയും കൊടുത്തിട്ട് നിർത്തുന്ന ആവശ്യം. ഇപ്പുറത്ത് നമ്മൾ ഈ ട്രെയിൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ തലശ്ശേരിയിൽ നിന്ന് നമ്മുടെ ഷൊർണൂർക്ക് പോവുകയാണ്. അപ്പോൾ അതിനിടയിൽ കോഴിക്കോട് വെച്ചുള്ള ദൃശ്യമാണ്. കോഴിക്കോട് സ്റ്റേഷൻ തുടങ്ങിയത് മുതൽ അതിന് എൻഡിങ് വരെ ട്രെയിൻ നിൽക്കുന്നവരെ ഫുള്ള് ആളുകളാണ്. ഇതാണോ റെയിൽവേ പോലീസിൻ്റെ ഒരു എന്താ പറയുക, ഒരു ജോലി കൃത്യനിർവഹണം? നമ്മൾ ശ്രദ്ധിച്ച് നോക്കി. ഈ റെയിൽവേ സ്റ്റേഷനുകളിലും കുറേ സ്ഥലങ്ങൾ ഇതേപോലെ ആക്സിഡൻറ്റ്സ് നടക്കുന്നുണ്ട്. ഇത് ഭയങ്കര കെയർലെസ് ആയിട്ടാണ് നമ്മുടെ റെയിൽവേ പോലീസിനെ ശ്രദ്ധിക്കുന്നത്. അത്രയും പോലീസുകാരെല്ലാവരും സാലറി കൊടുത്തിട്ടില്ല ഗവൺമെൻറ് നിർത്തുന്നത്. അപ്പോൾ ഇതൊക്കെ ശ്രദ്ധിക്കേണ്ട ഒരു വലിയ കാര്യം. എൻ്റെ കൺമുന്നിൽ കണ്ടൊരു സംഭവമാണ്. ജസ്റ്റ് എനിക്കൊന്ന് വീഡിയോ എടുക്കണം തോന്നി, എല്ലാവരിലേക്കും ഒന്ന് കാണിക്കണം തോന്നി. ഇത് ഭയങ്കരമായി, ഇത് ശരിയാണോ തെറ്റാണോ നമ്മൾ വീഡിയോ കാണുന്ന എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യണം. അവിടെ ഓരോരോ പോലീസുകാർ നിൽക്കുന്നുണ്ട്. അവരൊന്നും വില വെക്കാതെയാണ് ആളുകൾ ഇങ്ങനെ ഇറങ്ങുന്നത്. 2 ദിവസം മുന്നേ ഞാൻ പല സ്റ്റേഷനുകളിലും കുറേ സൂയിസൈഡ് അറ്റംപ്റ്റുകളും ആക്സിഡൻസുകളും കാണുന്നുണ്ട്. അപ്പുറത്തെ ട്രാക്കിലൂടെ ഒരു വണ്ടി വരില്ല എന്ന് ഉറപ്പുണ്ട്. ഓക്കെ, എങ്കിലും ഇതൊരു കൃത്യനിർവഹണമാണ് ആളുകൾ ചെയ്യുന്നത്. പോലീസുകാർ പോലും മുമ്പിൽ നിൽക്കുമ്പോൾ ഇവർ ചാടുക എന്ന് പറയുമ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ നിയമങ്ങൾക്കിവിടെ വാല്യൂ. എന്നിട്ടാണ് നമ്മുടെ നിയമങ്ങളെ പറ്റി ആളുകൾ പറയുന്നത്. നമുക്ക് ആളുകൾക്ക് പാലിക്കാൻ പറ്റും. ഒരു ട്രെയിൻ വന്നവർക്ക് കയറാലോ, ട്രെയിൻ നിർത്താണ്ട് പോവില്ല. എത്രത്തോളം ജനറൽ കമ്പാർട്ട്മെൻറ്റ് ഇതിലുണ്ട്. എന്തിനാ പിന്നെ ഇവർ ഈ കാണിക്കുന്നത്? ഇതൊക്കെ ഭയങ്കരമായിട്ട് എല്ലാവരും മുന്നിൽ എത്തിക്കണം തോന്നി. ഈ വീഡിയോ കാണുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യുക. എന്തൊക്കെയാണ്, ശരിയാണോ തെറ്റാണോ? ഇത് വീഡിയോ ഷെയർ ചെയ്യണമെങ്കിൽ ഷെയർ ചെയ്യാം. ഗവൺമെൻറ്റിന് സാലറി കിട്ടുന്ന സാറുമാരെല്ലാം ഓക്കെ എന്ന് എനിക്ക് കൃത്യമായിട്ട് വലിയ കാര്യമൊന്നും പറയാറില്ല. പക്ഷേ ഇതൊക്കെ കാണുമ്പോൾ ഭയങ്കരമായിട്ട് ബോറിങ് തോന്നുന്നു. നമ്മൾ കെയർലെസ് ആയിട്ടാണ് ആളുകൾക്ക് അടുത്ത് നിൽക്കുന്നത്. ഓരോരോ ചേട്ടന്മാർ വീഴാൻ പോകുന്നതിന് ഈ ട്രെയിൻ നിൽക്കുമ്പോൾ അടുത്ത് അതിന് അടിയിൽ പോയി എന്താണ് അവസ്ഥ? ഭയങ്കര കെയർലെസ്സും. ഓരോ പിള്ളേർ ഓടും നോക്കി, ചെറിയ പിള്ളേരൊക്കെയാണ് ഓടുന്നത്. ഈ അമ്മ കാണിക്കുന്ന നോക്കും. ഇത് എല്ലാവരിലേക്കും ഒന്ന് എത്തിക്കാൻ പറ്റി എത്തിക്കുക. അതൊക്കെ ഭയങ്കര കെയർലെസ് ആയിട്ടുള്ളൊരു കാര്യമാണ്.